തൂവെള്ള വസ്ത്രധാരികളായ ജനലക്ഷങ്ങളുടെ സംഗമത്തിനായി അറഫ മൈതാനി ഒരുങ്ങിക്കഴിഞ്ഞു. പാരാവാരം പാൽക്കടൽ തീർക്കുന്ന അറഫ ലോകത്തിനെന്നും അത്ഭുതം തന്നെയാണ്. വർണ്ണവിവേചനത്തിന്റെ കൊടിയ പീഡനം പേറി സമനീതി തേടിയലഞ്ഞു ഒടുവിൽ ഇസ്ലാമിന്റെ തീരത്തെ കണഞ്ഞ ആഫ്രോ അമേരിക്കൻ സാമൂഹ്യ പ്രവർത്തകനായിരുന്ന മാൽക്കം എക്സ് മാലിക്കൽ ഷഹബാസി എന്ന പേര് സ്വീകരിച്ച് ഹജ്ജിനായി വന്ന വേളയിൽ അവിടെ കണ്ട കാഴ്ചകൾ വിലയിരുത്തി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പ്രശസ്തമാണ്. എനിക്കവിടെ ഉയരം കൂടിയ ആരോഗ്യവാന്മാരായ എന്തിനും പോന്ന അഫ്ഗാനികളെ കാണാൻ കഴിഞ്ഞു. മിന്നിത്തിളങ്ങുന്ന നീലക്കണ്ണുകളും സ്വർണ്ണമുടിയുമുള്ള വെളുവെളുത്ത യൂറോപ്യൻസിനെയും അമേരിക്കക്കാരെയും കാണാൻ കഴിഞ്ഞു. സുമുഖരായ അറബികളെ കാണാൻ കഴിഞ്ഞു. എന്നെക്കാൾ തൊലികറുത്ത ചുരുണ്ട മുടിയും തടിച്ച ചുണ്ടുകളുമുള്ള നീഗ്രോ വിഭാഗത്തിൽപ്പെട്ട ആഫ്രിക്കക്കാരെയും കാണാൻ കഴിഞ്ഞു. പക്ഷെ എനിക്കവിടെ വിവേചനം കാണാൻ കഴിഞ്ഞില്ല. ഞാൻ ഇത്രയും നാൾ എന്താണോ തേടിയലഞ്ഞത് അതിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു. ഇസ്ലാമിന്റെ സമനീതി എന്നെ അത്ഭുതപ്പെടുത്തുന്നു. മാൽക്കം എക്സ് പറഞ്ഞ ആ സമനീതി തന്നെയാണ് ബോക്സിംഗ് ഇതിഹാസം കാഷ്യസ് ക്ലേ ജൂനിയറെ മുഹമ്മദ് അലിയാക്കി മാറ്റിയത്. ആ സമനീതി തന്നെയാണ് ഡാനി വില്യംസിനെയും ബിലാൽ ഫിലിപ്സിനെയും ഒക്കെ ഇസ്ലാമിന്റെ തീരത്തേക്ക് എത്തിച്ചത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ തൂവെള്ള വസ്ത്രധാരികളായ ജനലക്ഷങ്ങളുടെ സംഗമത്തിനായി അറഫ മൈതാനി ഒരുങ്ങിക്കഴിഞ്ഞു. പാരാവാരം പാൽക്കടൽ തീർക്കുന്ന അറഫ ലോകത്തിന്